ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു ഉണ്ടയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചക്കക്കുരു വെച്ചിട്ട് ഉണ്ടേന്ന്. ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് ഉണ്ട ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു കുഞ്ഞുമ്മയാണ് ഇതിൻ്റെ വീഡിയോ അയച്ചത്. അപ്പോൾ എന്തായാലും കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി നോക്കിയത്. ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. വിചാരിച്ചതിനേയും കാട്ടിയും അടിപൊളിയായിരുന്നു. അപ്പോൾ ചക്കക്കുരുവൊക്കെ കഴിയാനായിട്ടുണ്ടാവും. മഴയൊക്കെ പെയ്ത് ചക്കക്കുരു മുളച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ചക്കക്കുരു കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക, അടിപൊളിയാണ്. ചക്കക്കുരുവിന് ധാരാളം ഗുണങ്ങളുണ്ട് അത്രേ. അപ്പോൾ ആ ഗുണങ്ങൾ എന്താണെന്നൊക്കെ പറയാനൊന്നും എനിക്കറിയില്ല. അപ്പോൾ കാരണം ഞാൻ അതിലേക്ക് കിടക്കണമില്ല പറയാൻ വേണ്ടിയിട്ട്. കുറേ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉമ്മ പറയാം അതിൻ്റെ മേലത്തെ ബ്രൗൺ കളർ തൊലി ഉണ്ടല്ലോ, അത് കളയാതെ വെച്ച പ്രഷർ കുറയും, അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ പറയാനുമില്ല, എനിക്കറിയില്ല. അപ്പോൾ നല്ലതാണെന്നുള്ളതറിയാം, ചക്കക്കുരു ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളതറിയാം. പിന്നെ മുടിക്ക് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാറ്റിനും നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. അങ്ങനെ പറഞ്ഞ് കാര്യത്തിൽ കിടക്കാൻ മറന്നു. അപ്പോൾ ചക്കക്കുരു മൂത്ത ചക്കക്കുരു വേണം, നന്നായി മൂത്ത ചക്കക്കുരു വേണം. ഇങ്ങനെ ചള്ളു പോലത്തെ ചക്കക്കുരു പറ്റില്ല. അപ്പോൾ നല്ല മൂത്ത ചക്കക്കുരുവിന് മേലത്തെ ആ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കുക, ഇങ്ങനെ നീളത്തിലരിയുക. വേഗം അത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ വേഗം വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാക്കിയിട്ട് വറുക്കുക. ഞാൻ കുറച്ച് അരിമണിയും വറുത്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 തരം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരിമണിയും വറുത്തെടുത്തത്. അപ്പോൾ അരി വറുക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ കഴുകിയിട്ട് വറുക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ വലിയ ഇതായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുമില്ല. ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് വറുത്തത്. ചക്കക്കുരു കുറച്ച് വേവ് കൂടുതലുണ്ടല്ലോ, അപ്പോൾ അത് കാരണം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് വറുത്ത്. ചക്കക്കുരു നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയിട്ടൊക്കെ വറുക്കാം. ഇപ്പോൾ വെയിലൊന്നുമില്ലല്ലോ, നല്ല മഴയല്ലേ. അപ്പോൾ അത് കാരണമാണ് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് വറുത്തെടുത്തത്. ഇനി ഇത് സ്റ്റൗമ്മ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ മൺചട്ടിയിലായ കാരണം വേഗം ആവൂല വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയെടുത്തതാണ്. ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത്. നമുക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടും കുറയ്ക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ 2 തരം ഉണ്ടാക്കണ കാരണമാണ് 4 അച്ച് ശർക്കര എടുത്തത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള മധുരത്തിനനുസരിച്ചുള്ള ശർക്കര എടുത്താൽ മതി. പിന്നെ എനിക്കിതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ വറുത്ത് വെച്ചതായിരുന്നു, പിന്നെ വൈകിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തത്. അപ്പോൾ അത് കാരണം അതൊന്ന് പൊടിയാൻ കുറച്ചൊരു താമസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ വറുത്ത് കുറച്ച് ചൂടാറിക്കൊണ്ട് പൊടിച്ചെടുക്കുക. എന്നെപ്പോലെ ഇതാക്കാൻ നിൽക്കേണ്ട. അത് കാരണം ഇങ്ങനെ നൈസായിട്ട് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചക്കക്കുരു നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരു പൊടിക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ അങ്ങനെ കരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഞാൻ പിന്നെ അത് വേറൊരു പാത്രത്തിൽ കിടാനോ നിന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ അതിൽ നിർത്തിയിട്ട് വെച്ചത്. അപ്പോൾ നമ്മളങ്ങനെ എടുക്കുമ്പോൾ നോക്കിയാൽ മതി. ഇപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കരിഞ്ഞ പോലെ ആയിട്ടുണ്ടാവും. അതൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ശരിക്കാണ്ട് പൊടിഞ്ഞിട്ടില്ല, നൈസായിട്ട് പൊടിഞ്ഞിട്ടില്ല. പിന്നെ കഴിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അണ്ടി കൊണ്ടൊക്കെ ഉണ്ടാക്കി കഴിക്കുമല്ലോ, അപ്പോൾ അതേപോലെ ഇരുന്ന തരിപ്പായിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. നൈസായിട്ട് പൊടിയണമെങ്കിൽ അപ്പോൾ വറുത്ത് ഉടനെ തന്നെ ചൂടാറിയിട്ട് പൊടിച്ചെടുക്കുക. 2 ഉണ്ടക്കുള്ളത് പൊടിച്ചെടുത്തു. ഇനി നമുക്ക് അരി പൊടിച്ചെടുക്കാം. അരി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് പൊടിച്ചെടുക്കാം കേട്ടോ. അരി പിന്നെ നന്നായി നൈസായിട്ട് പൊടിഞ്ഞു വരുമല്ലോ, നമ്മൾ വറുത്ത് വെച്ചതല്ലേ. നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് എന്തെല്ലാം ഉണ്ടാക്കുക അല്ലേ. നമ്മൾ കൊറോണ ടൈമിലൊക്കെ ചക്കക്കുരു വെച്ചിട്ട് ഷെയ്ക്ക്, പായസം അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോഴൊന്നും എനിക്കറിയില്ല കേട്ടോ ഉണ്ടാക്കണത്. ഇതിപ്പോൾ കുഞ്ഞുമ്മ അയച്ചു തന്നപ്പോഴാണ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഉണ്ടാക്കി നോക്കണമല്ലോ. നമുക്ക് എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കി കഴിച്ചാൽ ഒരു സമാധാനം ഉണ്ടായി. എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ എന്നെപ്പോലെ അങ്ങനെയുള്ളവരൊക്കെ കമൻറ്റിൽ പോന്നോളൂ. പിന്നെ എനിക്കൊരു 4 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായ പൊടിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചസാര ഇട്ടാലല്ലേ വേഗം നന്നായി പൊടിഞ്ഞ് വരിക. അപ്പോൾ കാരണം പഞ്ചസാര ഇട്ടിട്ട് തന്നെയാണ് ഞാനും പൊടിച്ചെടുത്തത്. പിന്നെ ചുക്കുപൊടിയൊക്കെ ഇടുന്നവർക്ക് ഇടാം. ഞാൻ ചുക്കുപൊടിയൊന്നും ഇട്ടില്ല, ഞാൻ ആകെ ഏലക്കാപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് 2 വെച്ചു, 2 ഉണ്ടയിലേക്കുള്ളതും വെച്ചിട്ട് നമുക്ക് പാനിയൊക്കെ വെച്ച ശർക്കര ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് അരിച്ചെടുക്കണം കേട്ടോ. കല്ലും കച്ചറൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് അരിച്ചെടുത്തതാണ്. പിന്നെ ആ പാൻ കഴുകിയില്ല, അത് തന്നെ വെച്ച് അയാൾക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുത്തു. എന്നിട്ട് തേങ്ങ അതിൽ വിളയിച്ചെടുക്കുകയാണ് ചെയ്തത്. ചിലവരത് വറുത്തിട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ആവശ്യത്തിനല്ലേ, പിന്നെ അത് 2-3 ദിവസം എടുത്ത് വെക്കാനൊന്നുമില്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കൽ കഴിഞ്ഞാൽ അത് കഴിയുമല്ലോ. ഞാനിവിടെ ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്, അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ആ ശർക്കര പനിയിൽ കിടന്നിട്ട് ഒന്ന് ആ മധുരമൊക്കെ അതിൽ പിടിച്ച് വന്നോട്ടെ. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുന്നേ പൊടിച്ച് വെച്ച ചക്കക്കുരും പിന്നെ അരിമണി ഉണ്ടല്ലോ, അതും കൂടി പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇളക്കി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് വേറെ ഒന്നും ഇടാനില്ല, നമ്മൾ മുന്നേ തന്നെ ഏലക്കപ്പൊടിയൊക്കെ ഇട്ടതാണല്ലോ. അപ്പോൾ ഇനി നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് മധുരം കുറവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത്ര മധുരയിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ശർക്കര പാനിയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് എല്ലാ ഭാഗത്തേക്കും നന്നായി ഇളക്കി കൊടുക്കാം, മധുരമൊക്കെ എല്ലായിടത്തും പിടിക്കട്ടെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെച്ചാൽ അപ്പോഴല്ലേ ഞാൻ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇതിൻ്റെ മുന്നേ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇത് അവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോൾ നമ്മൾ 2 തരം ഉണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കക്കുരു മാത്രം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം പിന്നെ ശർക്കരയിൽ ഇടണമെന്നില്ല, നമ്മൾ 2 തരം ഉണ്ടാണ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കുക. നമ്മൾ കുറച്ചേരത്തെ പാനിയാക്കി ശർക്കര ഒഴിച്ച് കൊടുക്കുക, നന്നായി മിക്സ് ചെയ്യുക. ഏലക്കപ്പൊടിയൊക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടല്ലോ. നെയ്യ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ അങ്ങനെ നെയ്യ് ആർക്കും ഇഷ്ടമല്ല, അത് കാരണം ഞാൻ ഒഴിച്ചിട്ടുമില്ല. അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ളതാണെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ, രണ്ടും കൂടി നമുക്ക് ഉണ്ട കൂട്ടാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കയ്യിൽ വേണമെങ്കിൽ നെയ്യ് തടവി കൊടുക്കാം. ഞാൻ നെയ്യേ തൊട്ടിട്ടില്ല ഇതിലേക്ക്, നെയ്യില്ലാതെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, കയ്യിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്താൽ തന്നെ ഉണ്ടായി വരുന്നുണ്ട്. മധുരമുള്ള കാരണം മക്കളൊക്കെ കഴിച്ചോളും. മക്കൾക്കൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഈ ബേക്കറിയൊക്കെ കൊടുക്കണക്കാട്ടി നല്ലതാണല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളല്ലേ. അപ്പോൾ ചക്കക്കുരു കഴിഞ്ഞിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് വേഗം ഒന്ന് ഉണ്ടാക്കി നോക്കുക, മുളക്കണേം കാട്ടി മുന്നേ. അപ്പോൾ അത് ഉണ്ടോ കൂട്ട വേണമെങ്കിൽ നമുക്ക് ഒരു മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ വെറുതെ ഒരു മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഇത് ഓർത്തത് കറുത്ത മുന്തിരി വെച്ച് കൊടുത്താൽ മതിയായിരുന്നു ഇല്ലേ. പിന്നെ അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇനിയിപ്പോൾ മറ്റേതുണ്ടല്ലോ, ഇത് ഉണ്ടാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് ലൂസായ പോലെയായിരുന്നു. എന്നാലും ഉണ്ടാക്കിയെടുത്തു. അത് ഞാൻ ചക്കക്കുരു വറുത്തുരുന്ന പൊടിച്ചെടുക്കാത്തതുകൊണ്ടാവും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ചൂടാറിക്കുറിന പൊടിച്ചെടുക്കുക, പിന്നെ വൈകുന്നേരത്തേക്ക് വെക്കണ്ട. ഞാൻ കറണ്ടും ഉണ്ടായിരുന്നില്ല, പിന്നെ അത് ഞാൻ പിടിക്കാനും നിന്നില്ല, അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും 2 ഉണ്ടയും കൂടി വ്യത്യാസമുള്ളത്. അരിമണി കൂട്ടിയതാകുമ്പോൾ ശരിക്കും ഷേപ്പായി കിട്ടിയിട്ടുണ്ട്, മറ്റേത് കുറച്ച് ലൂസായ പോലെ ഉണ്ട്. അതൊന്നും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് സാധനം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ മതി. രണ്ടും കഴിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ ചക്കക്കുരുവിൻ്റെ ഉണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ, തമ്പനയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നല്ല കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുടിക്കാം. പിന്നെ ഇത് ഇന്നൊക്കെയല്ല കേട്ടോ ടേസ്റ്റ് കൂടുതൽ, നാളേക്കാണ്. ഇന്നലെ വൈകുന്നേരത്താണ് ഉണ്ടാക്കി. ഇന്ന് രാവിലെ അത് കഴിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് ഇന്നലത്തെയും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത്. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ട് നാശമായിട്ടൊന്നുമില്ല. അപ്പോൾ 2 ദിവസം കേടാകാതെ ഇരിക്കും തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ ഇരുന്നാൽ 2 ദിവസമൊക്കെ ഇരിക്കുമോ എന്നുള്ളത് അറിയണവരാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കി ഒരെണ്ണം ഉമ്മാക്ക് കൊണ്ടുകൊടുത്തു, ഉമ്മാക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മക്കളെ 2 ഉണ്ടയും നന്നായിട്ടുണ്ട് കേട്ടാ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടാ. അപ്പോൾ അങ്ങനെ ഉമ്മാക്കും ഉണ്ട ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ചക്കക്കുരു കയ്യിലുള്ളവർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.